ഗായ്സ്, അപ്പോൾ നിങ്ങളുടെ വൈബ്രേഷൻ എങ്ങനെ നിങ്ങളുടെ മാനിഫെസ്റ്റേഷനെ ഇമ്പാക്റ്റ് ചെയ്യാം, എങ്ങനെ അതിനെ എഫക്റ്റ് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോ. നിങ്ങളുടെ വൈബ്രേഷൻ എന്ന് പറയുന്നത് മെയിനായിട്ട് പറയാൻ നിങ്ങളുടെ ഫീലിങ്സ് ആണ്. സോ നിങ്ങളുടെ വൈബ്രേഷൻ ലോ ആണെങ്കിൽ, അതായത് സ്ട്രെസ്, വെറി, ഫ്രസ്ട്രേഷൻ അങ്ങനത്തെ കാര്യങ്ങളിലാണ് നിങ്ങളുടെ വൈബ്രേഷൻ കൂടുതലെങ്കിൽ നിങ്ങളുടെ മാനിഫെസ്റ്റിനെ അത് വളരെയധികം സ്ലോ ആയിട്ട് ബാധിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ വൈബ്രേഷൻ ഹൈ വൈബ്രേഷനാണ്, ഭയങ്കരമായിട്ട് ഗ്രാറ്റിറ്റ്യൂഡ്, ജോയ്, പോസിറ്റിവിറ്റി അങ്ങനെയൊക്കെ ആ സമയത്ത് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ കുറച്ചുകൂടി സ്പീഡായിട്ട് സംഭവിക്കാം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ തെറ്റിദ്ധാരണ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ ഭയങ്കരമായിട്ടുള്ള മെഡിറ്റേഷൻ, ഭയങ്കര സ്പിരിച്വൽ പ്രാക്ടീസ് ഇതൊക്കെ ചെയ്താലാണ് നമ്മുടെ വൈബ്രേഷൻ ഹൈ വൈബ്രേഷൻ ആക്കാൻ പറ്റുക എന്നുള്ളൊരു തെറ്റായൊരു ചിന്താഗതി ഉണ്ട്. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇത് സംഭവിച്ചൊരു 60 സെക്കൻഡ്സിൻ്റെ ചെറിയ ഒരുപാട് ടെക്നിക്സ് ഉണ്ട്. അപ്പോൾ അത് സിമ്പിൾ ടെക്നിക്സ്, നമുക്ക് എല്ലാവർക്കും അറിയുന്ന ടെക്നിക്സ്. അപ്പോൾ അത് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഹൈ വൈബ്രേഷനിലേക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ഒരു 6 സിമ്പിൾ ടെക്നിക്സാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. ഓക്കെ, സോ ടെക്നിക് നമ്പർ 1, സ്മൈൽ. അപ്പോൾ ലെന മാഡം ഒരു പോഡ്കാസ്റ്റിൽ സ്മൈലിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ സ്മൈൽ ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് അതിൻ്റെ ഒരു റിയാക്ഷൻ നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്നത്, നമ്മുടെ ബ്രെയിൻ സിസ്റ്റം എങ്ങനെ റിയാക്ട് ചെയ്യുന്നു, ഹോർമോൺ റിലീസ് എങ്ങനെ. അപ്പം അത് വളരെ അടിപൊളി ടെക്നിക്കാണ്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് വളരെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ, അല്ലെങ്കിൽ നിങ്ങൾ വളരെ അപ്സെറ്റായി നിൽക്കുന്ന സിറ്റുവേഷനിൽ ഇങ്ങനെ ഈ ടെക്നിക്ക് അല്ലെങ്കിൽ സ്മൈൽ ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണല്ലോ എന്ന് ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കാം. അപ്പോൾ ആ ഒരു ഘട്ടത്തിലാണ് നമുക്ക് ബോഡിയും മൈൻഡും തമ്മിലുള്ള ആ ഒരു കണക്ഷൻ നമുക്ക് മനസ്സിലാക്കേണ്ടത്. സാധാരണഗതിയിൽ നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ മൈൻഡ് ഓരോന്ന് വിചാരിക്കുന്നത് അതിനനുസരിച്ച് ബോഡി റിയാക്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ സത്യം പറഞ്ഞാൽ നമ്മുടെ ബോഡിക്ക് നമ്മുടെ മൈൻഡ് ഇൻഫ്ലുവൻസ് ചെയ്യാനും പറ്റും. അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ ലൈഫിൽ നല്ല നല്ല കാര്യങ്ങൾ വരുമ്പോഴാണ് നമ്മൾ സ്മൈൽ ചെയ്യുക. പക്ഷേ നമ്മളൊരു ഫേക്ക് സ്മൈൽ അല്ലെങ്കിൽ ഫോഴ്സ്ഫുള്ളി നമ്മളൊരു സ്മൈൽ ചെയ്യുകയാണെങ്കിൽ കൂടി അത് നമ്മുടെ ബ്രെയിനിൽ ഈ എൻഡോർഫിൻ എന്നുള്ള കെമിക്കൽ റിലീസാവുന്നതും, കൂടാതെ നമ്മളൊരു ഗുഡ് മൂഡിലേക്ക് ഒരു 20 to 30 സെക്കൻഡ്സ് നമ്മൾ ആ ഒരു സ്മൈൽ കീപ്പ് ഓൺ ചെയ്യുകയാണെങ്കിൽ, സ്റ്റിക്ക് ഓൺ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മൂഡ് തന്നെ ഓട്ടോമാറ്റിക്കലി ചേഞ്ച് ആവുന്നതായിട്ട് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ടെക്നിക്ക് സ്മൈൽ. അടുത്ത ടെക്നിക്കാണ് ഗ്രാറ്റിറ്റ്യൂഡ്. ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ച് എല്ലാ ലോ ഓഫ് അട്രാക്ഷൻ കോച്ചുകളും വളരെ 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 വാചാലന്മാരാവുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ അല്ലേ? അപ്പോൾ ഞാനും അതിനെക്കുറിച്ച് കൂടുതൽ തീർച്ചയായും സപ്പോർട്ട് ചെയ്യുന്ന സംഭവം തന്നെയാണ്. കാരണം നമ്മൾ ഈ സ്മൈൽ കൊണ്ടൊന്നും സംഭവം വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ് ഗ്രാറ്റിറ്റ്യൂഡ്. നമ്മൾ ചെയ്ത കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഗ്രേറ്റ്ഫുള്ളായ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കുക, ആ ഫീലിംഗ് നിങ്ങൾ അനുഭവിക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഒരു എനർജി ഷിഫ്റ്റ്. കാരണം വെച്ചാൽ എന്താ പറയുക, ഈ ഒരു ലോ എനർജി, നെഗറ്റീവ് എനർജി, ആ വൈബ്രേഷൻ എന്നിട്ട് ഒരു കാര്യമില്ല. ദുരന്തങ്ങളിലേക്കുള്ള യാത്ര പോലെ അത് പോയി പോകും. അപ്പോൾ നിങ്ങളിവിടെ എന്ത് ചെറിയ കാര്യത്തിന് വരെ നിങ്ങൾക്ക് ഗ്രേറ്റ്ഫുൾ ആവാം. അത് നിങ്ങൾക്ക് ഓർത്തെടുക്കാം. ഈ കരി പിടിച്ച കസേര, അതിൽ ഞാൻ ഗ്രേറ്റ്ഫുൾ ആണ്. ഐ എം ഗ്രേറ്റ്ഫുൾ ഫോർ ദിസ് ചെയർ, ഐ എം ഗ്രേറ്റ്ഫുൾ ഫോർ ദിസ് ലാപ്ടോപ്പ്, ഐ എം ഗ്രേറ്റ്ഫുൾ ഫോർ ദിസ് ക്യാമറ. എന്ത് വേണമെന്ന് പറയാം, ഐ എം ഗ്രേറ്റ്ഫുൾ ഫോർ ദിസ് ബോഡി. അപ്പോൾ എന്ത് വേണം നമുക്കത് പറയാം. അപ്പോൾ അങ്ങനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുന്ന സമയത്ത് അത് നമ്മളങ്ങനെ ചുമ്മാ പറയുന്നില്ല. ഓരോ പറയുന്ന സമയത്ത് നിങ്ങളൊരു സമയമെടുക്കുക, ഒരു 5 to 6 സെക്കൻഡ്സ് എടുത്ത് അത് ഫീൽ ചെയ്ത് പറയുമ്പോൾ, ഇപ്പോൾ ഞാൻ വളരെ റാൻഡമായിട്ടാണെന്ന് പറഞ്ഞാൽ കൂടി അത് ഫീൽ ചെയ്ത് പറയുന്ന സമയത്ത് നിങ്ങളെന്നെ എക്സ്പീരിയൻസ് ചെയ്യുക. നിങ്ങളിൻ്റെ എന്താണ് നിങ്ങളുടെ ബോഡി എങ്ങനെ റിയാക്ട് ചെയ്യുന്നു, എന്തൊക്കെയാണ് മാറ്റം സംഭവിക്കുന്നത്, നിങ്ങളെന്നെ ഒബ്സർവ് ചെയ്യുക. അത് ചെറുതല്ല. കാരണം വെച്ചാൽ എപ്പോഴും ദുരന്തങ്ങളും പ്രശ്നങ്ങളും നടക്കൂല എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന നമ്മുടെ സെൽഫ് ടോക്കിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി ഇങ്ങനത്തെ ഒരു ഷിഫ്റ്റിലേക്ക് പോകുന്ന സമയത്ത് അത് നമ്മുടെ എനർജി ഷിഫ്റ്റ് ചെയ്യാൻ സഹായിക്കുന്നതിൽ ചില്ലറക്കാരനല്ല. അപ്പോൾ ബി ഗ്രേറ്റ്ഫുൾ. അപ്പോൾ സഞ്ജു സാംസണൊക്കെ ട്രോഫി അടിച്ച മൂപ്പരാണ്. ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡാണ് മൂപ്പർ എപ്പോഴും പറയുന്നത്. ആ ഒരു ഗ്രേറ്റ്ഫുൾ ആണ്. അപ്പം ആ ഒരു സംഭവം നമ്മുടെ കൈകളിൽ എപ്പോഴും ഉണ്ടാവട്ടെ. അത് എപ്പോഴെങ്കിലും നിങ്ങളുടെ ലൈഫിൽ പ്രശ്നങ്ങൾ വരും, അപ്പോൾ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള റീസെറ്റ് ബട്ടണായിട്ട് അത് മാറട്ടെ. ഓക്കെ, ടെക്നിക് നമ്പർ 3 ബ്രീത്തിങ് ടെക്നിക്കാണ്, ഡീപ്പ് ബ്രീത്തിങ് ടെക്നിക്ക്. അപ്പോൾ അങ്ങനെ പറയുന്ന സമയത്ത് നമ്മുടെ ഇമോഷണൽ സ്റ്റേറ്റുമായിട്ട് നമ്മുടെ ബ്രീത്തിങ്ങിന് ഒരുപാട് കണക്ഷൻ ഉണ്ട്. അതായത് നിങ്ങൾ ആങ്ഷ്യസ് ആണ്, നിങ്ങൾ സ്ട്രെസ്ഡ് ആണ്, ഇതൊക്കെ വരുന്ന സമയത്ത് നിങ്ങളുടെ ബ്രീത്തിങ് ശ്രദ്ധിച്ചാൽ മതി. അതൊരു പാറ്റേണിലായിരിക്കും ആ ബ്രീത്ത് പോവുക. പക്ഷേ നിങ്ങൾ വളരെ കാമാണ്, നിങ്ങൾ റിലാക്സ് ആണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങളുടെ ബ്രീത്തിങ് പാറ്റേൺ വേറെ രീതിയിലേക്കും പോവുക. അപ്പോൾ ഈ ഒരു ബ്രീത്തിങ് പാറ്റേൺ മാറ്റുന്ന വഴി നിങ്ങൾക്ക് നിങ്ങളുടെ ഇമോഷണൽ സ്റ്റേറ്റും മാറ്റാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതായത് ഇപ്പോൾ ഒന്നുമില്ല, ഇപ്പോൾ നിങ്ങൾ ജസ്റ്റ് സ്പൈൻ സ്ട്രൈറ്റ് ആയിരിക്കുക, എന്നിട്ട് കണ്ണുകൾ അടയ്ക്കുക, എന്നിട്ട് ജസ്റ്റ് ടേക്ക് എ ഡീപ്പ് ബ്രീത്ത് എടുക്കുക. ബ്രീത്ത് എടുക്കുക പറഞ്ഞാൽ ചെസ്റ്റ് ബ്രീത്തിങ് അല്ല, അത് നേരെ നമ്മുടെ ബെല്ലി വരെ എത്തണം. അപ്പോൾ അവിടെയാണ് നമ്മുടെ സെൻറ്റർ എന്നൊക്കെ പറയുന്ന ഒരു പോയിന്റ്. അപ്പോൾ അവിടെ ഒരു എത്തി എന്നിട്ടൊരു റിലീസ് ചെയ്യുക. ഇപ്പോൾ റിലീസ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ചക്രാസ് ഉണ്ടെങ്കിൽ ചക്രാസിലൂടെ എല്ലാം തന്നെ
ഒരു ഡേർട്ടി എനർജി എക്സ്റ്റേണലൈസ് ചെയ്യുന്ന ഒരു വിഷ്വലൈസ് ചെയ്യാം. അപ്പോൾ ആ ഒരു ടെക്നിക്ക് നിങ്ങൾ 7 ടൈംസ് വളരെ ഡീപ്പ് ബ്രത്ത് എടുത്ത് ഈ ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ആ നെഗറ്റീവ് വൈബ്രേഷനിൽ നിന്ന് പുറത്ത് കിടക്കാൻ പറ്റും. കൂടാതെ നിങ്ങളുടെ മൈൻഡ് കൂടുതൽ ക്ലിയർ ആവുന്നതായിട്ട് കാണാം, നിങ്ങൾ കാമർ ആവുന്നതായിട്ട് കാണാം, നിങ്ങളുടെ വൈബ്രേഷൻ ഓട്ടോമാറ്റിക്കലി റൈസ് ആവുന്നത് കാണാം. അപ്പോൾ ഇതിന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടെ നിന്നും ചെയ്യാം. വർക്ക് പ്ലേസിൽ പ്രശ്നം, നിങ്ങളുടെ വീട്ടിലൊരു പ്രശ്നം, എവിടെന്നെങ്കിലും ഇങ്ങനത്തെ സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ നിങ്ങളുടെ മുന്നിൽ വരികയാണെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഓക്കെ. അപ്പോൾ 4ാമത്തെ ടെക്നിക്ക് പോസിറ്റീവ് അഫർമേഷൻസ്. അപ്പോൾ അഫർമേഷൻ അറിയാമല്ലോ, അത് നമ്മൾ എപ്പോഴും നമ്മുടെ ഒരു സെൽഫ് ടോക്ക് ഉണ്ട് എന്ത് പറഞ്ഞാലും. പക്ഷേ അധികം ആൾക്കാരുടെയും ഭയങ്കരമായിട്ട് സ്പിരിച്വൽ പ്രാക്ടീസസിൻ്റെ സംഭവം ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ അധികം സെൽഫ് ടോക്കിൽ നെഗറ്റീവ് ആയിരിക്കാം. അപ്പോൾ നമ്മളിങ്ങനെ ഒരു സെൽഫ് സാബോട്ടേജ് അതിലൂടെ വരാം. അപ്പോൾ അഫർമേഷൻസ് അത് റീപ്ലേസ് ചെയ്യാനാണ് കൂടുതൽ സഹായിക്കുന്നത്. ഈ നെഗറ്റീവ് തോട്ട്സിൻ്റെ വലയത്തുനിന്ന് പെട്ടെന്ന് തന്നെ പോസിറ്റീവ് എനർജിക്കുള്ള ഒരു ഡൗൺ പോറിന് നമ്മുടെ അഫർമേഷൻസ് കാരണമാവുന്നുണ്ട്. അപ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോ അല്ലെങ്കിൽ ഷാറൂഖ് ഖാൻ ഇവരൊക്കെ സ്ഥിരമായി പറയുന്നത് ഐ ആം ദ ബെസ്റ്റ്, ഐ ആം ദ ബെസ്റ്റ്, അത് വെറുതെ പറയുന്നില്ല. അവരിങ്ങനെ ചെറുക്കനെ പറഞ്ഞിങ്ങനെ ഫീൽ ചെയ്ത് ഇങ്ങനെ പറയണം. അപ്പോൾ വരുന്ന സമയത്ത് ആ ഒരു എക്സ്പീരിയൻസ് ആണ്, ആ ഒരു ഫീലിംഗ് ആണ്. ആ ഒരു ഫീലിംഗ് നിങ്ങൾ യൂണിവേഴ്സിലേക്ക് കൊടുക്കുന്ന വൈബ്രേഷൻ ചെറുതല്ല. പല രീതിയിൽ. അപ്പം നിങ്ങൾ ഐ എം അട്രാക്റ്റിംഗ് മോർ പോസിറ്റീവ് ഓപ്പർച്യൂണിറ്റീസ്. അപ്പോൾ കുറച്ചും കൂടി അഫർമേഷൻസ് കൂടി പഠിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി അതൊരു ക്ലാരിറ്റി വരുത്തി ആ രീതിയിലൊക്കെ നിങ്ങൾക്ക് അഫർമേഷൻസ് യൂസ് ചെയ്യാം. അപ്പോൾ അത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നതിലാണ് അതിൻ്റെ കാര്യം. അപ്പോൾ റിപ്പീറ്റ് ചെയ്ത് പറയുന്ന സമയത്ത് നിങ്ങളുടെ മൈൻഡ് സെറ്റ് ഒരു ഫിയർ അല്ലെങ്കിൽ നെഗറ്റീവ് വൈബിൽ നിന്ന് പെട്ടെന്ന് തന്നെ അതൊരു കോൺഫിഡൻസ് മൈൻഡ് സെറ്റിലേക്ക് അത് മാറാം. ഓക്കെ. സോ നിങ്ങളുടെ മൈൻഡ് സെറ്റ് മാറുന്നതനുസരിച്ചിട്ട് നിങ്ങളുടെ വൈബ്രേഷൻ മാറും. അതനുസരിച്ച് തന്നെ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ ഔട്ട്കമ്മും പൂർണ്ണമായി തന്നെ മാറും. ഓക്കെ. ടെക്നിക്ക് നമ്പർ 5, ഒന്നെങ്കിൽ പോസിറ്റീവ് മ്യൂസിക് അല്ലെങ്കിൽ വളരെ മോട്ടിവേഷണൽ ആയിട്ടുള്ള കണ്ടൻസ്. അപ്പോൾ പെട്ടെന്ന് കാട് ഇറങ്ങുമ്പോൾ ആ പാട്ടില്ലേ, തൊട്ടടുത്ത പാട്ടിക്ക് അറിയില്ല, അല്ല മ്യൂസിക് അറിയുള്ളൂ. അപ്പം ഒന്നെങ്കിൽ അതുപോലത്തെ കേൾക്കുമ്പോൾ നമ്മളിങ്ങനെ ആ ഒരു ഇത് വരണം. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് അത് ചെറുതല്ല. പെട്ടെന്ന് അങ്ങനെ ഒരു ലോ വൈബിൽ നിന്ന് പെട്ടെന്ന് തന്നെ നമ്മൾ അപ്പാക്കാൻ ഇങ്ങനെ സാധനങ്ങൾ സഹായിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ പറയാം, പിന്നെ ഇതിൻ്റെ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ലോ വൈബിലാണ്. ഇപ്പോൾ ഒരു നല്ലൊരു 8ൻ്റെ ബ്രേക്കപ്പ് കിട്ടി. അപ്പോൾ ആ ലെവലിൽ നമ്മൾ കേൾക്കുന്ന സമയത്ത് കൂടുതൽ റീൽസ് അല്ലെങ്കിൽ ബ്രേക്കപ്പിൻ്റെ റീൽസ്, നമ്മളെ വളരെ വിഷമിപ്പിക്കുന്ന ഓരോ സാഡ് സോങ്സ്, മൈ ലവ് ഈസ് വേണ്ട. അപ്പോൾ അങ്ങനത്തെ ഒക്കെ കേൾക്കുന്ന സമയത്ത് നമ്മുടെ വൈബ്രേഷൻ ഒന്നും കൂടി ലോ ആവും. അത് കൂടുതൽ നെഗറ്റീവ് സിനാറിയോസ് ഈ ലവ് ലൈഫിലല്ല, നിങ്ങളുടെ വർക്ക് ലൈഫിൽ, ഫിനാൻസ്, എല്ലാ രീതിയിലും അത് എഫക്റ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പം കഴിയുന്നതും അങ്ങനത്തെ സിറ്റുവേഷൻ നിങ്ങൾ പെടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ പോസിറ്റീവ് ടോക്സ്, മോട്ടിവേഷണൽ ടോക്സ്, പോഡ്കാസ്റ്റുകൾ ഇഷ്ടംപോലെ ഉണ്ട്. അല്ലെങ്കിൽ റീൽസ്, പോസിറ്റീവായിട്ടുള്ള നല്ല അടിപൊളി റീൽസ്, പിന്നെ അതുപോലത്തെ നല്ല കോരിത്തെരിപ്പിക്കുന്ന BGM കളുള്ള ജിൽ പാട്ടുകൾ, രജനീകാന്തിൻ്റെ പടങ്ങൾ, അതൊക്കെ തന്നെയാണ്. ഞാൻ രജനീകാന്ത് പടം സ്ഥിരമായിട്ട് കാണും. വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഒന്നുമില്ലല്ലോ, വെറുതെ അടിപിടി ആ ഒരു ഫുൾ ഒരു 2 മണിക്കൂറൊക്കെ തന്നെ വൈബ് ചെയ്യും. നമ്മളെ എന്താ പറയുക, വൈബ്രേഷൻ എവിടെ എത്തിയിട്ടുണ്ടാവും. അപ്പോൾ അതാണ് നമുക്ക് വേണ്ടത്. പക്ഷേ അത് നമ്മൾ സീരിയസ് ആയിട്ട് ആ ലെവലിലേക്ക് എടുത്താൽ പോയിട്ടോ, നമ്മളങ്ങനെയല്ല, അതൊരു ഫൺ ആ ലെവലിൽ കാണണം. പിന്നെ 6ാമത്തെ ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ മൂവ് യുവർ ബോഡി. പ്രശ്നമാണ് അല്ലേ, പ്രശ്നം അറിയാം. പക്ഷേ അതെന്താ പറയുക, നിങ്ങളുടെ പെട്ടെന്ന് തന്നെ നിങ്ങളൊരു പ്രോപ്പർ ഒരു ഫുൾ ബോഡി എക്സസൈസ് അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഭയങ്കരമായിട്ടുള്ള നെഗറ്റീവ് സിനാരിയോസിലൊക്കെ നിൽക്കുന്ന സമയത്ത് നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു ബ്രേക്ക് എടുക്കാൻ പറ്റുന്നൊരു സമയത്ത് ഒരു ബ്രേക്ക് എടുത്തിട്ട് എങ്ങനെയെങ്കിലും ഒരു ഫുൾ ബോഡി എക്സസൈസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നിങ്ങൾ പല എനർജി ചാനൽസ് അവിടെ തുറക്കുന്നതാണ്. നിങ്ങളുടെ ഒരു ഷിഫ്റ്റ്, നിങ്ങളുടെ മൈൻഡ് സെറ്റ്, നിങ്ങളുടെ മൂഡ്, എല്ലാത്തിലും അതിൻ്റെ ഒരു മാറ്റം വരും. അപ്പോൾ നിങ്ങൾക്കത് പറ്റുന്നുണ്ടെങ്കിൽ ഒരു ഷോർട്ട് വാക്കിനേക്കാളും എനിക്ക് തോന്നുന്നത് എക്സസൈസ് തന്നെയാണ്. ഒരു സ്ട്രെച്ചിങ് ചെയ്യുക, ഒരു ഫുൾ ബോഡി എക്സസൈസ് ചെയ്യുക, ഒരു 2-3 സെറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ. അപ്പോൾ അങ്ങനെ, അല്ലെങ്കിൽ ഡാൻസ് ചെയ്യാം. അപ്പോൾ ഏറ്റവും അടിപൊളി ഡാൻസ് സട്ടക്ക് പറയുമ്പോൾ ഡാൻസ് വയ്ക്കാം, അത് കുഴപ്പമില്ല. അപ്പോൾ ആ ഒരു മൂവ്മെൻറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ആ സ്റ്റാഗ്നൻ്റ് എനർജി ബ്രേക്ക് ചെയ്യുകയാണ്. അത് നമ്മുടെ വൈബ്രേഷൻ പെട്ടെന്ന് തന്നെ അപ്പ് ചെയ്യാൻ അത് സഹായിക്കും ചെയ്യുന്നു. ഓക്കെ. അപ്പോൾ ഈ ടെക്നിക്സ് എല്ലാം തന്നെ നിങ്ങളുടെ കയ്യിൽ വെക്കുക. വലിയ ടെക്നിക്സ് വേണമെങ്കിൽ നമ്മുടെ ലോ ഓഫ് അട്രാക്ഷൻ കോഴ്സ് ഉണ്ട്, അതിൽ നിങ്ങൾ ഗംഭീര ടെക്നിക്സാണ്. പക്ഷേ അത് കുറച്ച് പ്രീമിയം കണ്ടൻസ് ആണ്. പിന്നെ ഇമോഷൻസിൽ നമ്മൾ ഇമോഷണൽ അബണ്ടൻസ് കോഴ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ താല്പര്യം ഉണ്ടെങ്കിൽ അതിലേക്ക് സബ്റ്റ് ചെയ്യും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ എല്ലാ ടെക്നിക്സും തന്നെ 60 സെക്കൻഡ്സ് ഒക്കെ മതി. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ടെക്നിക്സാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ വളരെ ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു നെഗറ്റീവ് വൈബ്രേഷനും എനിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ വരാം. അങ്ങനെ നിങ്ങളുടെ
ലൈഫിലേക്ക് ആ ഒരു നെഗറ്റീവ് വൈബ്രേഷൻ വന്നു കഴിഞ്ഞാൽ അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യരുത്. അതെന്തായാലും വരും, നമ്മൾ ദൈവമൊന്നുമല്ലല്ലോ. അപ്പോൾ എന്തായാലും വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അതിനകത്ത് ഷിഫ്റ്റ് ചെയ്യുക, പെട്ടെന്ന് തന്നെ ഹൈ വൈബ്രേഷനിലേക്ക് പോകാൻ സാധിക്കട്ടെ. അതിലൂടെ തന്നെ നമ്മുടെ മാനിഫെസ്റ്റേഷൻ ഒന്നുകൂടി ഫാസ്റ്ററായി തന്നെ നമുക്ക് ചെയ്യാൻ പറ്റട്ടെ. അപ്പോൾ സീ യു ഗൈസ്, വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുവേ.